4 ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ പ്രതിനിധീകരിച്ച് 16 സുന്ദരിമാരാണ് ഫൈനലിൽ മത്സരിച്ചത്. സാരി റൗണ്ട്, ലിനൻ ഡിസൈനർ റൗണ്ട്, ഗൗൺ റൗണ്ട്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡിസൈനർ റൗണ്ട് എന്നിങ്ങനെ 4 റൗണ്ടുകൾക്കൊടുവിലാണ് മിസ് സൗത്ത് ഇന്ത്യയെ പ്രഖ്യാപിച്ചത്. ആദ്യ 2 റൗണ്ടുകൾക്കൊടുവിൽ സെമി ഫൈനലിലേക്ക് 10 പേരെയും പിന്നീട് ഫൈനൽ റൗണ്ടിലേക്ക് 6 പേരെയും തിരഞ്ഞെടുത്തു. വിധികർത്താക്കളുടെ പൊതു ചോദ്യങ്ങൾക്കുള്ള ഉത്തര റൗണ്ടിൽ എല്ലാവരും മികച്ച പ്രകടനം കാഴ്ചവെച്ചതിനാൽ ഒരിക്കൽ കൂടി പൊതു ചോദ്യ റൗണ്ട് ആവർത്തിച്ചു. ജന്മം കൊണ്ട് പാതി മലയാളിയായ ബംഗളൂരുവിൽ നിന്നുള്ള ലക്ഷ്മി ആനന്ദ് മിസ് സൗത്ത് ഇന്ത്യ കിരീടം നേടി. Right now, acting is not on my agenda. What I want to do is, as I mentioned in my introduction, I see myself as an international fashion model. So the next step would be towards that. I'm overwhelmed. I'm truly happy that I got support from my state, and I really do hope that I made my state proud. I am really very happy and excited about it, winning the crown, and it's really nice. I think my parents and my family have been very supportive. ജന്മന മൂകയും ബധിരയും നാടോടികൾ എന്ന തമിഴ് സിനിമയിലൂടെ പ്രേക്ഷകർ ശ്രദ്ധ പിടിച്ചുപറ്റുകയും ചെയ്ത അഭിനയ ഫൈനൽ റൗണ്ട് വരെ എത്തി. വിധികർത്താക്കളുടെ ചോദ്യങ്ങൾക്ക് അഭിനയ കടലാസിൽ ഉത്തരമെഴുതി നൽകി. മിസ് ബ്യൂട്ടിഫുൾ സ്കിൻ, വ്യൂവേഴ്സ് ചോയ്സ് എന്നീ ഉപപട്ടങ്ങളും അഭിനയ നേടി. മിസ് വേൾഡ് റണ്ണറപ്പ് പാർവതി ഓമനക്കുട്ടൻ, നടൻ ശ്രീകാന്ത്, നടിയും മോഡലുമായ റിച്ച പനായ് എന്നിവരുൾപ്പെട്ട വിധികർത്താക്കളുടെ പാനലാണ് മിസ് സൗത്ത് ഇന്ത്യയെ തിരഞ്ഞെടുത്തത്. 1 ലക്ഷം രൂപയാണ് മിസ് സൗത്ത് ഇന്ത്യയ്ക്ക് സമ്മാനമായി കിട്ടിയത്. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.